ഹലോ ഗൈസ്, സുഗമോദേവി മഹാ എപ്പിസോഡിന്റെ മഹാ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയില് നമ്മൾ പ്രേക്ഷകരെയൊക്കെ ഒന്നടങ്കം എന്താ പറയാ മരവിപ്പിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഋഷി പെട്ടെന്ന് ഒരു അസ്വസ്ഥത വന്നിട്ട് പെട്ടെന്ന് ഹൃദയമിടിപ്പ് നിന്ന് പോയി മരണപ്പെടുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് പുതിയ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. എന്തൊരവസ്ഥയാണല്ലേ നമ്മുടെ ദേവി ഫുഡൊക്കെ നമ്മുടെ ഋഷിക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഋഷി പെട്ടെന്നൊരു വല്ലായ്മ കാണിക്കുകയും പെട്ടെന്ന് ഇങ്ങനെ ശ്വാസം നിലച്ചു പോവുകയും ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ ദേവികയ്ക്ക് എന്ത് ചെയ്യണോന്നറിയാതെ ദേവിക നമ്മുടെ ഋഷിയെ അവിടെ ഉപേക്ഷിച്ചിട്ട് നമ്മുടെ ദേവിക ഒറ്റ ഓട്ടം പുറത്തേക്ക് ഓടി കൊടുക്കുകയാണ്. അപ്പൊ ഇനി എന്തൊക്കെ പുകിലായിരിക്കും ഇതിന് പിന്നാലെ വരാൻ പോകുന്ന അല്ലേ? ഉറപ്പായിട്ട് നമ്മുടെ അരുന്ധതി നമ്മുടെ ദേവികയെ വെറുതെ വിടില്ല അല്ലെ കൂട്ടുകാരെ? സ്വന്തം മകനെ കൊന്നതിന്റെ പക നമ്മുടെ ദേവികയെ കൊന്നേ തീർക്കോളും നമ്മുടെ അരുന്ധതി അല്ലെ? അപ്പൊ നമ്മുടെ അരുന്ധതി അവിടെ CPനെ വിളിച്ച് പറയുന്നുണ്ടാവും, CP വേഗം അങ്ങോട്ടേക്ക് ചെല്ല, ദേവിക അവിടെ ഉണ്ടെങ്കിൽ ദേവികനെ അവിടെ നിന്നും പറഞ്ഞു വിടും. CP മകന്റെ ഒപ്പം ഇരിക്കുക എന്നും പറഞ്ഞ് നമ്മുടെ അരുന്ധതി വിടുന്നുണ്ട് നമ്മുടെ CPനെ. CP വരുമ്പോഴായിരിക്കും ഈ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മുടെ അരുന്ധതിനെ അറിയിക്കാൻ പോകുന്നത് അല്ലെ? പിന്നീട് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷം തന്നെയാട്ടോ കാണിക്കുന്നത്. അപ്പൊ അവിടെ എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ്. ദേവിക എത്തിയില്ലല്ലോ, ഇത്രയും നേരമായിട്ടും എവിടെ പോയി ദേവിക എന്നുള്ളൊരു കാര്യങ്ങളിലൊക്കെ തന്നെയാണ്. പിന്നീട് നമ്മുടെ പോലീസുകാര് നമ്മുടെ ദേവികയെ തേടി ആ ഒരു ചന്ദ്രോത്ത് വീട്ടിലെത്തുന്ന ഒരു കിടിലൻ നിമിഷങ്ങൾ തന്നെയാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. എന്താണ് പോലീസുകാർക്ക് എന്താണ് ഈ വിട്ടിക്കാര്യം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സിദ്ധാർത്ഥനും നന്ദനൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇനിയായിരിക്കും ആ ഒരു കഥ മാറി മറിയാൻ പോകുന്നത് അല്ലെ? നമ്മുടെ ഋഷി മരണപ്പെട്ടു, പ്രതി ആര്? നമ്മുടെ സ്വന്തം ദേവികയെ പൊക്കാൻ വേണ്ടിയാണ് നമ്മുടെ പോലീസുകാർ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിൽ എത്തിയിരിക്കുന്നത്. അതിന് പിന്നാലെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച ത്യാഗരാജൻ ഒരു കാറിൽ പോയിട്ട് കുറച്ച് മാറി നിന്ന് ആ റിമോട്ട് അമർത്താൻ പോകുന്നുണ്ട്. അതായത് അവിടെ ബോംബ് പൊട്ടാൻ പോകുന്നു. എന്തൊക്കെ ദുരന്തങ്ങളാണല്ലേ! ഈ സംവിധായകന് വേറൊരു പണിയില്ലേ? നമ്മുടെ ദേവികേനെ ഇങ്ങനെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. അത് പോട്ടെ, ഇപ്പുറത്താണെങ്കിൽ ഇതാ ബോംബ് പൊട്ടാൻ പോകുന്നു. ഇവിടെ ആര് മരണപ്പെടും? ഋഷി ഓൾറെഡി മരണപ്പെട്ട് കഴിഞ്ഞു. ഇനി ഈ ചന്ദ്രോത്ത് വീട്ടിൽ ആരായിരിക്കും മരണപ്പെടാൻ പോകുന്നത് അല്ലേ? കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.